Good afternoon, all. Good afternoon. അപ്പൊ നമുക്ക് ലാസ്റ്റ് നമ്മുടെ അത് ഇതുണ്ട്, അതായത് നമ്മുടെ ലാസ്റ്റ് ഡയറ്ററി സർവീസ് ആണ്. അതെടുക്കാം. നിങ്ങൾക്ക് എക്സാമിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും എടുത്തു കഴിഞ്ഞ് കാണുമല്ലേ? അതായത് കാസ്റ്റിംഗ് ജോണോ ലേബർ ലബോറട്ടറി വെച്ച് ബാക്കിയുള്ളവരും ചാപ്റ്റർ നമ്പർ ഒന്ന് ആരെങ്കിലും കൺഫേം ചെയ്യാമോ? ഇതിൽ വ്യത്യസ്തമായിരിക്കും. ഡയറ്ററി സർവീസ് 7 ആണ് ചാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെയിലും അങ്ങനെ തന്നെയാണോ എന്ന് അറിയില്ല. ചാപ്റ്റർ 7 തന്നെയാണ്. ഒരു ചെറിയ ചാപ്റ്റർ ആണ് നമ്മുടെ, അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന. എന്താണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നോക്കാം, ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കാം, ഡയറ്ററി സർവീസസ്. ഓക്കെ. പിന്നെ എന്നാ നമ്മൾക്ക് ഇതില് അല്ലെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഒന്നിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക. എക്സാമിന്റെ ടൈം അടുക്കാറായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾസിന്റെ എക്സാമുകൾ ഒന്നിച്ച് വരും. അപ്പൊ അതെന്തായാലും പഠിച്ചു വെക്കുക. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കൂടെ തന്നെ മെസ്സേജ് ചെയ്യിപ്പിക്കാവുന്ന ഒരു ഇതാണ് സമയം. തുടങ്ങാൻ പറ്റേ? ഓക്കെ. അതിന്റെ ഇതിൽ പറയുന്ന ഡയറ്ററി സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലേ, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ എന്താണ് മെഡിസിൻസിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് കുറച്ച് സജഷൻ പറയും. നിങ്ങൾ ഇന്ന ഭക്ഷണത്തിൽ ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ കുറയ്ക്കണം. അത്രയും നല്ല ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അസുഖങ്ങൾ മാറുകയുള്ളൂ എന്നൊക്കെയുള്ള സജഷൻസ് ഡോക്ടേഴ്സ് തരും അല്ലെ. അപ്പൊ മെഡിസിൻസിനോടൊപ്പം തന്നെ ഇങ്ങനെ തരുന്ന ഇതെല്ലാം ഇത്തരത്തിലുള്ള ഡയറ്ററി സർവീസുകളെയാണ് മൊത്തത്തിൽ നമ്മൾ ഡയറ്ററി സർവീസസ് എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റലില് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടറിന് മെഡിസിനോടൊപ്പം തന്നെ തരാം നിർദ്ദേശങ്ങൾ ഉണ്ടാവും. ഭക്ഷണ കാര്യത്തിൽ ക്രമീകരിക്കേണ്ട നിർദ്ദേശങ്ങൾ, അത്തരത്തില് ക്രമീകരിക്കുന്ന നിർദ്ദേശങ്ങൾ ചിലത് ഉപേക്ഷിക്കണമെന്നും ചില ഭക്ഷണ സാധനങ്ങൾ വേണ്ടാന്ന് വെക്കണം, ചിലത് ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശിക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള സർവീസുകൾ അത് ഇപ്പോഴത്തെ ഇതില് നമുക്കറിയാം ടെക്നീഷ്യന്മാർ അല്ലെ, നമ്മുടെ ഡയറ്ററി വേണ്ടിയിട്ട് അവർക്ക് അതിനു വേണ്ടി സ്പെഷ്യൽ പഠിച്ചിരിക്കുന്നവർ തന്നെയാണ്. ന്യൂട്രീഷൻ, പോഷക സമൃദ്ധമായ ഭക്ഷണം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി സ്പെഷ്യൽ പഠിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെയാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടി വിശിഷ്ടമായിട്ട് തന്നെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ആ നിർദ്ദേശങ്ങൾ പാലിക്കാനൊക്കെ ആയിട്ട് തോന്നും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണിത്. നോക്കാം എന്താണെന്നുള്ളത്. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഈസ് എ സർവീസ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പേഷ്യൻസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ഇൻ പേഷ്യന്റ് ഗിവൻ ന്യൂട്രീഷൻ എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് നോക്ക്. അതൊന്ന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. റിഗാർഡിംഗ് ഡയറ്റ് ആണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. എന്താണ് ഫ്രം ഔട്ട്സൈഡ് റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻസ്. Regarding diet recommendations and food counseling based on their needs while taking their diseases, kind and nature into consideration. Hospital dietary service is a service that meet the needs of patients coming from outside regarding diet recommendations and food counseling based on their needs while taking their kind and nature consideration. Okay, ക്ലിയർ ആയോ? അത് ആ ഒരു സെന്റൻസിന്റെ ചെറിയ ഒരു പോർഷൻസുകളൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതായത് ഔട്ട്സൈഡ് കഴിഞ്ഞിട്ടുള്ള ആ ഭാഗം പേഷ്യന്റ് ഗിവൻ ന്യൂട്രീഷൻ. ഡയറ്ററി എന്നുള്ളത് മീൻസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭക്ഷണക്രമം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ. അപ്പൊ എന്താണ് റിഗാർഡിംഗ് ഡയറ്റ്?
റിഗാർഡിംഗ് ഡയറ്റ് ആണ് അവിടെ ചേർക്കേണ്ടത്. ഔട്ട്സൈഡ് റിഗാർഡിംഗ് ഡയറ്റ്, റെക്കമെൻഡേഷൻസ് ആൻഡ് ഫുഡ് കൗൺസിലിംഗ് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദെയർ, പിന്നെ ഡിസീസ് വരുന്നില്ല, കൈൻഡ് ആൻഡ് നേച്ചർ കൺസിഡറേഷൻ. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നോക്കാം ഇതിന്റെ മീനിങ് എന്താണ്. നമ്മൾ ഇതിലേക്ക് വരിക. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സേവനം അല്ലെ. ഹോസ്പിറ്റലിലെ വിവിധ തരത്തിലുള്ള സേവനങ്ങളാണ് നമ്മൾ കരസ്ഥമാക്കുന്നത് പേഷ്യന്റ് എന്ന നിലയിൽ. അപ്പൊ ഇതും ഒരു സേവനം തന്നെയാണ് നേടിയെടുക്കുന്നത്. എന്ത് സേവനമാണ് ഇവിടെ പ്രധാനമായിട്ടും കൊടുക്കുന്നത്? രോഗം എന്താണ്, അതിന്റെ ആ തരം എന്താണ്, അത് ഏത് തരത്തിലുള്ള രോഗമാണ്, എന്താണ് ഡിസീസ് എന്ന് പറയുന്നത്, ആ ഒരു കാര്യം, കൈൻഡ് ആൻഡ് നേച്ചർ കൺസിഡറേഷൻ. ഏത് തരത്തിലുള്ള ഭക്ഷണ രീതിയാണ് ഡിസീസുമായി ബന്ധപ്പെട്ട് വരുന്നത്, ആ രീതിയിലുള്ള ഭക്ഷണക്രമമാണ് അവിടെ ഡോക്ടേഴ്സ്, ആ ഡയറ്റീഷ്യൻ നടത്തുന്ന വ്യക്തി നിർദ്ദേശിച്ചു തരുന്നത് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസിന്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിലത്തെ ഇത് മാത്രം നിങ്ങൾ കറക്റ്റ് ചെയ്യും. റിഗാർഡിംഗ് ഡയറ്റ് ഫ്രം ഔട്ട്സൈഡ് കഴിഞ്ഞിട്ട് ഇൻ പേഷ്യന്റ് ഗിവൻ ന്യൂട്രീഷൻ എന്നുള്ളത് വേണ്ടിയിട്ട് റിഗാർഡിംഗ് ഡയറ്റ് ആണ്. അത്രയും മാത്രം നിങ്ങൾ ചെയ്യും. ബാക്കിയത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചെയ്യാം. അതിൽ നോക്കാം. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഇസ് എ സർവീസ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് എ പേഷ്യന്റ് കമ്മിങ് ഫ്രം എന്താണ് ഔട്ട്സൈഡ് റിഗാർഡിംഗ് ഡയറ്റ്. പുറത്തു നിന്ന് നമ്മളെ ഡയറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സേവനം കരസ്ഥമാക്കാനാണ് ഹോസ്പിറ്റൽ ചെയ്യുന്നത്? നമ്മുടെ ഭക്ഷണക്രമത്തിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷന് വേണ്ടിയിട്ടാണ് ഈ സേവനത്തിനെ സമീപിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. നമ്മളെ ഹോസ്പിറ്റലിലെ ഡയറ്ററി സർവീസ് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭക്ഷണം, അത് മായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗം മൂർജിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ രോഗത്തിനെ ശമിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണക്രമം, അല്ലെങ്കിൽ ആ രോഗം വീണ്ടും നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഭക്ഷണക്രമം, കൂടാതിരിക്കുകയോ വരാതിരിക്കുകയോ അത് നിലനിന്ന് താഴ്ന്നു പറയുന്ന ആ രോഗം വരാതിരിക്കുന്ന കണ്ടീഷനിലേക്ക് എത്തുന്ന തരത്തിലുള്ള എന്താണ് ഭക്ഷണത്തിന്റെ ക്രമം, അത് ആ ഒരു സർവീസ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഡയറ്ററി സർവീസിൽ മെയിൻ ചെയ്യുന്നത്. ഇനി പറയുകയാണ് ആൻഡ് ഫുഡ് കൗൺസിലിംഗ് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദെയർ ഡിസീസ് കൈൻഡ് ആൻഡ് നേച്ചർ ഇൻ ടു കൺസിഡറേഷൻ. അതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നോക്കുക, അതിൽ മെയിൻ ചെയ്യുന്നത് നമ്മുടെ ആവശ്യം അല്ലെ. വ്യത്യസ്തത്തില് ഡിസീസസ് വന്നാൽ കൂടിയും കൈൻഡ് കൂടി ഒന്നിച്ച് വന്നത് കൊണ്ടാണ് ഡിസീസ് ആൻഡ് നേച്ചർ ഇൻ ടു കൺസിഡർ. നമ്മുടെ ആ രോഗത്തിന്റെ ആ വ്യത്യസ്തത, ആ ഒരു ഏത് തരം രോഗമാണോ ആ രോഗത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കല്ലേ. നമ്മളിപ്പോ ഡയബറ്റീസ് പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് പറയാ, നിങ്ങൾ മധുരം കഴിക്കരുത് എന്നുള്ള ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും അതായിരിക്കും. മരുന്നിനോടൊപ്പം കൗൺസിൽ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതേസമയം പ്രഷർ ആണെങ്കിലോ എന്താണ്, നിങ്ങൾ ഉപ്പ് വർജിക്കുക അല്ലെ, ഉപ്പുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും പറയുന്നത്. ഇൻ കേസ് നമുക്കറിയാം ചില പേഷ്യൻസിന് ഭയങ്കര ഹൈ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ ഷുഗർ ഒക്കെ വരികയാണെങ്കിൽ എന്താണ്, അവര് ഭക്ഷണക്രമത്തിൽ അവിടുന്ന് കൊടുക്കുന്ന അല്ലെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടുന്ന് കൊടുക്കുന്ന ഭക്ഷണക്രമം പാലിച്ച്, മരുന്നിനോടൊപ്പം അവിടുന്ന് കൊടുക്കുന്ന ഭക്ഷണക്രമം പാലിച്ചിട്ട് കൺട്രോൾ ആക്കിയതിനു ശേഷമായിരിക്കും രോഗിയെ വീട്ടിലേക്കൊക്കെ പറഞ്ഞേക്കും. അപ്പൊ അതാണ് ആ ഒരു ഡയറ്റീഷ്യൻ സർവീസ് കിട്ടുന്ന ഒരു മേഖല ഏതാണ്? ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ സർവീസ് തരുന്നതിനെയാണ് ഡയറ്ററി സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ എന്താണ് ഡയറ്ററി സർവീസ് എന്നുള്ളത്? Hospital dietary service is a service that meets the needs of patients coming from outside regarding diet recommendations എന്തെങ്കിലും ശുപാർശകൾ അല്ലെങ്കിൽ and food counseling based on their needs while taking their diseases kind എന്നുള്ളത് അല്ലെങ്കിൽ kind and nature consideration. അങ്ങനെയായാലും മതി. അപ്പൊ നമ്മളുടെ ആ ഒരു മനുഷ്യന്റെ ആ രീതിക്ക് അനുസരിച്ചിട്ട് ഉള്ള ഒരു കൗൺസിലിംഗ് ആണ്. ആ ഒരു രീതി അനുസരിച്ചിട്ട് അവരുടെ ആരോഗ്യത്തിന് അനുയോജ്യമായിട്ടുള്ള ആ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സർവീസ് കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഡയറ്ററി സർവീസ് എന്ന് മെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? It is the most significant hospital supportive service assisting in the restoration of health through diets created using science. അതായത് നമുക്കറിയാം ഇപ്പൊ സയൻസ് അല്ലെ, നമ്മുടെ
സയൻസിന്റെ ശാസ്ത്രത്തിന്റെ ആ വിഭാഗം ശാസ്ത്രം വിശകലനം ചെയ്യുന്നതനുസരിച്ചിട്ട് ശാസ്ത്രീയമായിട്ടാണ് നമ്മളെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. അപ്പൊ നമുക്കറിയാം ഇന്ന വസ്തുക്കൾ, ഇന്ന പ്രോട്ടീൻസ് ഉണ്ട്, ഇന്ന കലോറികൾ കൂടിയതാണ്, ഇന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം ഫ്രൂട്ട്സില് ഇത്തര തരത്തിലുള്ള സാധനങ്ങൾ ആണ്, പ്രോട്ടീൻസോ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ശാസ്ത്രീയമായിട്ട് അവലോകനം ചെയ്തിട്ട് അത് ആരോഗ്യം വീണ്ടെടുക്കുക. റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ്. ഒരു പ്രധാനപ്പെട്ട സർവീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവീസ് ആണിത്. പിന്നെ വീണ്ടും പറയുന്നുണ്ട്, ഹെൽത്ത് ത്രൂ ഡയറ്റ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ്. അത് ശാസ്ത്രീയമായിട്ട് അവലോകനം ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർവീസ് ഇതുവഴി കാഴ്ചവെക്കുന്നത്. Okay, then next, educating the patients who are receiving treatment at a hospital regarding use and the benefit of various foods and healthy diets. അതായത് ഇതില് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പണ്ടത്തെ മാതിരിയല്ലല്ലോ, എല്ലാ ഭക്ഷണവും എല്ലാവരും കൂടി പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്താണ് എല്ലാം വാരി വലിച്ച് കഴിക്കില്ല. നല്ല ഇതുകളുള്ള, നല്ല പ്രോട്ടീൻസ് ഉള്ള, അല്ലെ, നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ മാത്രം ഇത്ര അളവില്. നമുക്കറിയാം ഒരുപാട് എല്ലാ കാര്യങ്ങളും കൊണ്ട് വലിച്ചു കയറ്റിയിട്ട് കഴിച്ചാലും എന്താണ് അതും ആരോഗ്യത്തിന് ദോഷം ചെയ്തു. അപ്പൊ സമീകൃതമായ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം നേടിയെടുക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് തയ്യാറാവും. എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ് ഹു ആർ റിസീവിംഗ് ട്രീറ്റ്മെന്റ് അറ്റ് ദ ഹോസ്പിറ്റൽ റിഗാർഡിംഗ് യൂസ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് വേരിയസ് ഫുഡ്സ് ആൻഡ് ഹെൽത്തി ഡയറ്റ്സ്. ബ്രാക്കറ്റിൽ പറയുന്നത് contain adequate amount of all the necessary nutrients required for healthy growth and activity. അതായത് നമ്മുടെ ആരോഗ്യം വളർന്നു വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആരോഗ്യം നേടിയെടുക്കാനായിട്ട് മതിയായ അളവിൽ, അഡിക്വേറ്റ് ആയിട്ടുള്ള അളവിലുള്ള ന്യൂട്രിയൻസ്, അതായത് പോഷക ആഹാരം, അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലെ, അധികം കൂടിയാലും പ്രശ്നമാണ്, ആരോഗ്യത്തിന് അത് ബാധിക്കും. അതേമാതിരി തന്നെ കുറഞ്ഞാലും പ്രശ്നമാണ്. അല്ലെ, നമുക്ക് ബ്ലഡ് ഒക്കെ ആവശ്യത്തിന് വേണം. അല്ലെ, അതിന് അത് ഒട്ടും കുറഞ്ഞു പോകാൻ പാടില്ല. എന്നാൽ ചിലതൊക്കെ എന്താണ്, നമ്മുടെ ഷുഗറും കാര്യങ്ങളൊക്കെ കൂടി നിന്നാലും അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ എന്താണ്, നമുക്ക് ആവശ്യമായ അഡിക്വേറ്റ് ആയിട്ടുള്ള അളവിലുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട സർവീസ് ആണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. പിന്നെ ന്യൂട്രിയസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഡയറ്റ്, അല്ലെ, ഡയറ്റീഷ്യൻ നടത്തുന്നത്. പ്രധാനമായിട്ട് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് 2 പാരഗ്രാഫ് എന്താണെന്ന് വായിച്ചു നോക്കാം. എന്താണ് മെയിൻ ചെയ്യുന്നത് നോക്കാം. എന്തെങ്കിലും ഡോക്ടറിനെയും ചോദിക്കാം. ക്ലിയർ ആയോ? ാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. അതാണ് ഡയറ്ററി സർവീസ് എന്നുള്ള കാര്യം നിങ്ങൾ ഓക്കെ ആയോ? ഒബ്ജക്റ്റീവ്സിലേക്ക് കിടക്കട്ടെ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് എന്താന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത്? എന്താണ് പ്രധാനമായിട്ട് ലക്ഷ്യം? ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. അതായത് ഇതിന്റെ ലക്ഷ്യങ്ങൾ നമുക്കറിയാം, അല്ല, എല്ലാ ഡയറ്റീഷ്യൻസും എന്താണ് നമുക്കറിയാം, അത് ഭക്ഷണക്രമമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതിൽ എന്താണ്, നല്ല ആരോഗ്യത്തിന് പറ്റുന്ന തരത്തിലുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നു, ടു പ്രൊവൈഡ് ന്യൂട്രിയസ്, ഡെലീഷ്യസ്. ന്യൂട്രിയസ് എന്ന് വെച്ചാൽ പോഷകസമൃദ്ധം, ഡെലീഷ്യസ് എന്ന് വെച്ചാൽ രുചികരമായ രീതിയിൽ, ആൻഡ് ഹെൽത്തി മീൽസ് വൈൽ റിറ്റെയിനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ, പ്രൊഡക്ഷൻ, ഡെലിവറി, സാനിറ്റേഷൻ ടു ഓൾ ദ പേഷ്യൻസ്. അതായത് നല്ല രീതിയിൽ, നല്ല വൃത്തിയുള്ള രീതിയിൽ, നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ന്യൂട്രിയൻസിനോട് കൂടിയ രുചികരമായ ഭക്ഷണ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും
നമ്മുടെ ഡയറ്റ് സർവീസിൽ നിന്നും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് പറയുന്നത് എവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. നമുക്കറിയാം ചില പേഷ്യൻസിന് ഇന്ന രീതിയിൽ. അപ്പോ ആക്ച്വലി നമ്മള് ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു സർവീസിന്റെ ഭാഗമാണ്. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഡോക്ടേഴ്സ് ഇത്രയും ഹൈ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ, ഷുഗർ ഒക്കെ ഹൈ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ അവരൊരു ഡയറ്ററി ചാർട്ട് തയ്യാറാക്കിയിട്ട് എന്ന രീതിയിൽ മാത്രമേ അവിടെ നിന്ന് കൃത്യം പറയാൻ പോകുന്നത് എന്താണ്, നമ്മള് പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സർവീസ് പ്രധാനമായിട്ടും ഡോക്ടേഴ്സ് അല്ലെ കൃത്യമായിട്ടുള്ള ചില പേഷ്യൻസിന് ഹൈ ആയിട്ട് വരുന്ന ചില കേസുകൾക്കൊക്കെ ആണ് അവര് കൃത്യമായിട്ട് ഭക്ഷണക്രമം ഹോസ്പിറ്റലിൽ നിന്ന് കൃത്യമായി തന്നെ രീതിയിലുള്ള ചാർട്ട് രീതിയിലുള്ള ഭക്ഷണക്രമം കൊടുക്കുന്നത്. അപ്പൊ അതില് പ്രധാനമായിട്ടും നമുക്കറിയാം അത് നല്ല രുചികരമായ രീതിയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, ഇത് ചിലപ്പോ ഉപ്പിന്റെ കണ്ടന്റായിരിക്കും കുറയണമെന്നുള്ളത് ഒരു ക്രമീകരണമാണ് കൊടുത്തേക്കെങ്കിൽ ആ ക്രമീകരണത്തിനനുസരിച്ച് മാത്രമേ ഉപ്പ് കുറഞ്ഞ ഭക്ഷണം മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പൊ അത് രുചികരമാണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റില്ല. പക്ഷെ കൃത്യമായ നല്ല കൃത്യതയോട് കൂടിയിട്ടുള്ള നല്ല വൃത്തിയുള്ള നല്ല ആവശ്യത്തിന് ന്യൂട്രീഷനോട് കൂടി പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണം സപ്ലൈ ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി എവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. എവാലുവേഷൻ നമുക്ക് വിലയിരുത്തണം അല്ലെ, വ്യക്തിക്ക് ഓക്കെ ഇമ്പ്രൂവ്മെന്റ് ചിലപ്പോൾ ഓരോ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തി ഇമ്പ്രൂവ്മെന്റ് ആണ് കാണിക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഒരു ഭക്ഷണക്രമത്തില് മാറ്റങ്ങൾ വരുത്തിയേക്കാം. അപ്പൊ ആ എവാലുവേഷൻ നടപ്പാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ കാൽക്കുലേറ്റിംഗ് കലോറീസ് നീഡ്സ് ആൻഡ് ന്യൂട്രീഷൻ കെയർ പ്ലാനിങ്. നമുക്കറിയാം ഒരു ഇത്തരം അല്ലെ ആ ന്യൂട്രീഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പോഷക സമൃദ്ധമാണെങ്കിലും അത് എത്രത്തോളം കലോറികളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റീഷ്യനാണ് അത് കൃത്യമായിട്ട് കൈകാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ കാൽക്കുലേറ്റിംഗ് കലോറിക് നീഡ്സ് ആൻഡ് ന്യൂട്രീഷൻ കെയർ പ്ലാനിങ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ടും ഇത്തരത്തിലുള്ള സേവനം സാധ്യമാകുന്നു. പിന്നെ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. അപ്പൊ എന്തെങ്കിലും നമുക്ക് പോഷക സമൃദ്ധമായ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളോട് അവരുടെ പേഷ്യൻസിനോട് പറയും ഇന്ന ഫ്രൂട്ട്സും കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ കഴിച്ചോ. അപ്പൊ അതായത് ഇവിടുന്ന് കൊടുക്കുന്ന സേവനത്തോടൊപ്പം തന്നെ എന്തെങ്കിലും പേഴ്സണലി അവർക്ക് ന്യൂട്രിയൻസ് വേണമെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാനും ഇതുപോലെ സാധിക്കുന്നു. തന്നെ ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് ഡയറ്റ് കൗൺസിലിംഗ്. അപ്പൊ പുറത്തുനിന്നുള്ള പേഷ്യൻസ് ആണെങ്കിലും അതായത് ഇൻപേഷ്യൻസ് നമുക്ക് കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസ് ആണെങ്കിലും അവരുടെ ഡയറ്റ് കൗൺസിലിംഗ് ഒക്കെ നടത്താനായിട്ട് ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഡയറ്ററി സർവീസ് കൈകാര്യം ചെയ്യുന്നത്. ദെൻ ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. അതായത് അതിൽ ട്രെയിനിങ് നല്ല കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് അവരതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ പുതിയ പുതിയ ഐറ്റംസ് ആണെങ്കിലും അത് ഇച്ചിരി കൂടി എഫക്റ്റീവ് ആണോ എന്ന് അവര് ക്ലിയർ ചെക്ക് ചെയ്തതിനു ശേഷമാണ് രോഗികൾക്ക് കൊടുക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സർവീസ് മൂലമാണ് അങ്ങനെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. വീണ്ടും പറയുന്നുണ്ട് ഡയറ്റീഷ്യൻസ് ആണ് ഹെൽത്ത് പ്രൊഫഷണൽസ് ideally skilled in implementing and altering food routines of an individual or populations. ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത് നല്ല അല്ലെ നമ്മുടെ തൊഴിൽപരമായിട്ട് ഉള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ചിരുന്നായിരിക്കും ആരെയാ ഡയറ്റീഷ്യൻസ് ഒക്കെ. അപ്പൊ അവരെന്താണ് ഹെൽത്ത് പ്രൊഫഷണൽസ് തന്നെയാണ്. ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിങ് ആൻഡ് ആൾട്ടറിങ് ഫുഡ് റൂട്ടീൻസ്. അവരാണ് എന്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തു തരുന്നത്. ഇന്ന ഭക്ഷണക്രമങ്ങളാണ് നടപ്പാക്കേണ്ടതെന്ന് നടപ്പിലാക്കി കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ആൻഡ് ആൾട്ടറിങ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ പേഷ്യൻസിന്റെ ഇതനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞു പേഷ്യൻസിൽ എന്തെങ്കിലും അവരുടെ ഭക്ഷണക്രമത്തിന് മാറ്റങ്ങൾ ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ നിർദ്ദേശിക്കുന്നതും ഇവർ തന്നെയാണ്. ആ ഇൻഡിവിജ്വൽ ഓരോ പോപ്പുലേഷൻ ഇപ്പൊ നമുക്കറിയാം മൊത്തത്തില് ജനങ്ങൾക്ക് മൊത്തത്തില് മാറ്റങ്ങൾ വരുത്താനായിട്ടും ഇവരെ കൊണ്ട് സാധിക്കും. അതേമാതിരി തന്നെ ഇൻഡിവിജ്വലി അല്ലെ ഓരോ പേഴ്സൺസിന്റെ രോഗത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താനായിട്ടും ഇവർക്ക് സാധിക്കും. ഇനി ഡയറ്റീഷ്യൻ ഈസ് ദ വൺ
who manage the preparation of a therapeutic or other diets for individuals or groups in hospitals, institutions. അതായത് ഇതില് പ്രത്യേകം പറയുന്ന കാര്യം അതർ എസ്റ്റാബ്ലിഷ്മെന്റ്, അതുവരെ നമുക്കൊന്ന് പറഞ്ഞു നിർത്താം. എന്താണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്? മാനേജ്, അവര് ഇതിന്റെ ചികിത്സാപരമായ തെറാപ്റ്റിക് എന്ന് പറയുന്നത് ചികിത്സാപരമായ രീതിയിൽ നമുക്കറിയാം ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് മെഡിസിൻ കൊടുക്കുന്ന മാതിരി തന്നെ ഭക്ഷണ കാര്യത്തിലും ചികിത്സാപരമായ മാറ്റങ്ങൾ വരുത്തുന്നത് ആരാണ്? ഡയറ്റീഷ്യൻസ് ആണ്. അതർ ഡയറ്റ് ഫോർ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഇൻ ഹോസ്പിറ്റൽസ്, നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു പ്രത്യേക വാർഡിലേക്ക്, അതായത് ഡയബറ്റീസ് പേഷ്യൻസ് ഉള്ള വാർഡിലേക്കാണെങ്കിൽ അവരുടെ മെനു അനുസരിച്ചുള്ള ഭക്ഷണം പോകുള്ളൂ. അപ്പൊ വേറെ ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ മെനു അനുസരിച്ച്, അതാണ് ഗ്രൂപ്പിലി അവർക്ക് മാത്രം അത്തരത്തിലുള്ള ഭക്ഷണക്രമം ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഓരോ പേഷ്യൻസിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം ക്യാൻറ്റീൻ സർവീസ് എന്നൊക്കെ പറയുന്നത് ഈ ഡയറ്ററി സർവീസിന്റെ തന്നെ ഒരു ഭാഗമെന്നോണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്കും നല്ല രീതിയിലുള്ള ഭക്ഷണം പ്രദാനം ചെയ്യുന്ന ഒരു ക്യാൻറ്റീൻ സർവീസും ഈ ഡയറ്ററി സർവീസിന്റെ ഒരു ഭാഗമാണ് തന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പോ ഇത് ഇവരിൽ നിന്ന് തന്നെയാണ്, ആ ഒരു ഭാഗത്ത് തന്നെയായിരിക്കും എന്താണ് നമ്മളുടെ ഡയറ്റീഷ്യൻ പേഷ്യൻസിനും കൂടി അവർ ഭക്ഷണം കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഏതെങ്കിലും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ഭക്ഷണക്രമത്തിൽ ഓരോ ഇൻഡിവിജ്വൽസിനും ഭക്ഷണങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. അപ്പോ ഡയറ്റീഷ്യൻ എന്ന പറഞ്ഞ ആ ഒരു സർവീസിലുള്ളവര് അവരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഭക്ഷണക്രമം ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, ചെറിയൊരു മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട്, അതാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. അതായത് വർക്കേഴ്സ് ഇൻ എ പർട്ടിക്കുലർ സെക്ടർ ഈ ഇൻസ്ട്രക്ട്സ്, അതായത് ഈ ഡയറ്റീഷ്യൻസ് ഇൻസ്ട്രക്ട്സ് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്റിക് പ്രിൻസിപ്പിൾസ്. അതായത് അവർക്ക് അദ്ദേഹമാണ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, ഡയറ്റീഷ്യൻസ് ആണ് നിർദ്ദേശിക്കുന്നത് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്റിക് പ്രിൻസിപ്പിൾസ്. അതായത് ഭക്ഷണക്രമത്തിന്റെ തത്വങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ആരാണ്? ഈ ഡയറ്റീഷ്യൻസ് ആണ്. Then discharge duties connected with the nutrition programs and may be liable for food purchasing on a health behalf of an organization or establishment. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മൊത്തത്തിൽ ഈ ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള ക്യാൻറ്റീൻ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ പേഷ്യൻസും റിലേറ്റഡ് ആയിട്ടുള്ള അവിടെ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകും. അതേമാതിരി തന്നെ വർക്കേഴ്സിനും അവിടെയുള്ള വർക്കേഴ്സുകളും സ്റ്റാഫുകളും എല്ലാം തന്നെ വർക്ക് ചെയ്യുന്ന പ്രത്യേകം ഫുഡ് കഴിക്കുന്ന പ്രത്യേകം സ്ഥലങ്ങളുണ്ടാവും. ഇതോടൊപ്പം തന്നെ ആയിരിക്കും ഇവരുടെ സർവീസ് ആയിട്ടുള്ള മറ്റു ഓരോ വാർഡിലേക്കും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിലേക്കും ഒക്കെ അവരുടെ ഭക്ഷണ ക്രമീകരണത്തിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ പാസ് ചെയ്യുന്നത്. അപ്പൊ ഡിസ്ചാർജ് ഡ്യൂട്ടീസിന്റെ സമയത്തും ഇവർക്ക് എന്തുണ്ടാവും, അവർ എത്ര തരത്തിലുള്ള ഭക്ഷണമാണ് ക്രമീകരിച്ച് കഴിക്കേണ്ടതെന്ന് ഇവരുടെ ഒരു കൺസൾട്ടേഷനോട് കൂടിയിട്ട്, അതായത് ഇവരുടെ കൗൺസിലിംഗ്, ഇവരുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് തയ്യാറാക്കി കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഡിസ്ചാർജ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാംസ് ആൻഡ് മേ ബി ലയബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. മൊത്തത്തില് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ആരാണ്? ഡയറ്റീഷ്യൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അതേപോലെ തന്നെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിലും ഗ്രൂപ്പായിട്ടും ഇപ്പൊ ഡയബറ്റീസ് വാർഡിലേക്കാണെങ്കിലും അങ്ങനെ സെപ്പറേറ്റ് എല്ലാവർക്കും തയ്യാറാക്കുന്നതിന് ഒരു പങ്ക് ആരുടെ? ഡയറ്ററി സർവീസിൽ നിന്ന് വഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കാം, ഇത് മനസ്സിലാകുന്ന ഭാഗമാണ് ഇത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മെഡിസിൻസ് മാത്രം എല്ലാവരും നിർദ്ദേശിക്കുക, കുറച്ച് ഭക്ഷണക്രമങ്ങളൊക്കെ തരും. കൂടിപ്പോയി കഴിഞ്ഞാൽ അവർ തരുന്ന ഭക്ഷണങ്ങളായിരിക്കും ആദ്യം മുതൽക്ക് പേഷ്യൻസിന് കൊടുക്കുക. കൺട്രോളബിൾ ആക്കിയതിനു ശേഷമാണ് നമ്മൾക്ക് ഭക്ഷണം ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ചെയ്യാനൊക്കെ ആയിട്ട് നിർദ്ദേശിക്കും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. What is the importance of a dietary management? അപ്പൊ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റിലേക്ക് നോക്കാം. What is the importance of a dietary management? അതിൽ പറയുന്നതാണ് a healthy lifestyle can be obtained by sustaining a balanced diet and keeping in consideration to meet all the essential nutrients needed by the body. അതായത് നമുക്കറിയാലോ ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷൻസ്, ബാലൻസ്ഡ് ഡയറ്റ് നമ്മളോട് എപ്പോഴും നിർദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഭക്ഷണം ഒരു അത് ക്രമാതീതമായിട്ട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല, അല്ലെ? നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായത് ലഭിക്കുകയും വേണം, അതൊരിക്കലും കൂടാൻ പാടില്ല, കുറയാനും പാടില്ല എന്നുള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ല ഒരു ജീവിതശൈലി ഉണ്ടാകണമെങ്കിൽ, അത് നിലനിർത്തണമെങ്കിൽ, സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം, സൂക്ഷിച്ചു കൊണ്ടുപോകണം. ഇന്ന് കൺസിഡറേഷൻ ടു മീറ്റ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് നീഡ് ബൈ ദ ബോഡി. അങ്ങനെ വന്നാൽ മാത്രമേ ആ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ എസെൻഷ്യൽ മതിയായ രീതിയിലുള്ള പോഷക സമൃദ്ധമായ ഒരു ജീവിത രീതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി എ പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ് ടു അച്ചീവ് ideal body weight and lower the risk of chronic diseases like diabetes, cardiovascular and other types of cancer. അതായത് നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം ഇല്ല എങ്കിൽ നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ബോഡി വെയിറ്റ് കൂടിയ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്താണ് വ്യത്യസ്ത വിട്ടുമാറാത്ത തരത്തിലുള്ള എന്തെങ്കിലും രോഗത്തിന് അടിമപ്പെടുകയോ അല്ലെ നമ്മൾ കീഴ്പ്പെടേണ്ടി വരും. ഡയബറ്റീസ് പോലെയുള്ള അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെല്ലാം ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നല്ല ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കൈകാര്യം ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഇതിന് പ്രത്യേകം പറയുന്നത്. എന്തുകൊണ്ടാണ് ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം വരുന്നത്? അതായത് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ്, അനുയോജ്യമായ രീതിയിലുള്ള ഭക്ഷണക്രമം ഇല്ല എങ്കിൽ ഒന്നില്ലെങ്കിൽ ഓവർ വെയിറ്റ് പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഭക്ഷണത്തിന് ആവശ്യം മതിയാവാത്ത കാര്യത്തിലാണെങ്കിൽ, ഓവർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാം. വിട്ടുമാറാത്ത ഡയബറ്റീസ് അസുഖങ്ങളോ അല്ലെങ്കിൽ ഹൃദയവുമായി ബന്ധപ്പെട്ടതോ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിന്റെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. എക്സാമ്പിൾസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എത്ര തരത്തിലുള്ള അസുഖങ്ങളാണ് നമുക്ക് പിടിപെടാറ് ഉള്ളത് എന്നുള്ളത്. നമ്മളായിട്ട് കാർഡിയക് ഡയറ്റ്. കാർഡിയക് ഡയറ്റിൽ നമുക്കറിയാലോ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുന്നതാണ് കാർഡിയക് ഡയറ്റുമായിട്ട് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് ഭക്ഷണക്രമത്തിലും ഇങ്ങനെയുള്ള ഇതുകൾ വരുമ്പോൾ ഭക്ഷണം ക്രമമല്ലാത്ത രീതിയിൽ കഴിക്കുന്നത് കൊണ്ടായിരിക്കും എന്ത് കാർഡിയക് ഡയറ്റ് പോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു ചാൻസ് വരുന്നത്. ദെൻ റീനൽ ഡയറ്റ്. അതിലെന്താ പറയുന്നത്? റീനൽ ഡയറ്റിൽ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ കിഡ്നി സംബന്ധമായി, അതായത് നല്ല രീതിയിലുള്ള കിഡ്നി പ്രവർത്തനം നടക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ഭക്ഷണക്രമം വരുമ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട ഡയറ്റീഷ്യൻസിന്റെ സേവനം അനുസരിച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അതുമായ രീതിയിലുള്ള ഭക്ഷണക്രമമായിരിക്കും ഡയറ്റീഷ്യൻസ് നിർദ്ദേശിക്കുന്നത്. ആ രീതി നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ എന്താണ് അതാണ് റീനൽ മീൻസ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി സംബന്ധമായുള്ള ഡയറ്റ് ആണ് അതിന് ഉദ്ദേശിക്കുന്നത്. അതിനെ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം, റീനൽ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ് എന്ന് നിങ്ങൾ എഴുതും. കാരണം നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പം അതായിരിക്കും. കിഡ്നി ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈസി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അല്ലെ. ഇനി നെക്സ്റ്റ് ലോ സോഡിയം ഡയറ്റ്. നമുക്കറിയാം സോഡിയത്തിന്റെ അളവ് കുറയുമ്പോൾ അല്ലെ, അത് കുറയുമ്പോഴുണ്ടാകുന്ന അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുമായിട്ടുള്ള ഡയറ്റ് കാര്യങ്ങളാണ് ഭക്ഷണക്രമത്തിന് ഉണ്ടാകേണ്ട കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഡയറ്റീഷ്യൻസ് നിർദ്ദേശിച്ചത്. ചില അസുഖങ്ങൾ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. കാർഡിയക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് ഡയറ്റീഷ്യൻസ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ക്രമപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് ഭക്ഷണക്രമം തരുന്നത്. അതേസമയം കിഡ്നി സംബന്ധമായ അസുഖങ്ങളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭക്ഷണക്രമമായിരിക്കും പേഷ്യൻസിന് ഡയറ്റീഷ്യൻസ് നിർദ്ദേശിക്കുന്നത്. സോഡിയം ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണക്രമമാണ് നിർദ്ദേശിക്കുന്നത്. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില വ്യക്തികൾക്ക് അല്ലെ നമ്മൾ വെയിറ്റ് ഒക്കെ കൂടുതലുള്ള വ്യക്തികളോട് എന്താണ് മിനിമം ഭക്ഷണം അല്ലെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പാടുന്ന വെച്ചാൽ ബ്രെഡ്, ബണ്ണ് അങ്ങനത്തെ ചെറിയ അല്ലെ ഒരുപാട്
കട്ടിയില്ലാത്ത തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ഭക്ഷണക്രമമായിരിക്കും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുക. അപ്പൊ അതാണ് സോഫ്റ്റ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡയബറ്റിക് ഡയറ്റ് നമുക്കറിയാം എന്താണ് മധുരത്തിന്റെ അല്ലെ, അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് കൂടുതൽ മധുരമായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഡോക്ടേഴ്സ് അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറ്റീഷ്യന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ഭക്ഷണക്രമത്തിന് അത് ഒഴിവാക്കിയിട്ടായിരിക്കും ഭക്ഷണക്രമം തയ്യാറാക്കുന്നത്. ദെൻ ഹൈ പ്രോട്ടീൻ ഡയറ്റ്. അപ്പൊ നമുക്കറിയാം കുറച്ച് കൂടുതൽ പ്രോട്ടീൻസ് ഉള്ള ഭക്ഷണങ്ങൾ നമുക്കറിയാം. ചില വസ്തുക്കളിൽ കുറെ പ്രോട്ടീൻസ് ഉണ്ടെന്ന് ഡോക്ടേഴ്സിനും അതേമാതിരി തന്നെ ഡയറ്റീഷ്യൻസിന് സ്പെഷ്യലി അത് അവർക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണം ഇൻവോൾവ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ മെഡിസിനോടൊപ്പം തന്നെ പ്രോട്ടീൻസും കൂടി മുന്നിൽ ചെല്ലുമ്പോൾ അവരുടെ രോഗം പെട്ടെന്ന് മാറാനായിട്ട് പറ്റും. പിന്നെ എന്താണ് ആഫ്റ്റർ അവരുടെ ഇപ്പൊ അഡ്മിഷനൊക്കെ ഉണ്ടെങ്കിൽ അഡ്മിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് ഡയറ്റ് സർവീസിലുള്ളവര് അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ നിർദ്ദേശിക്കും ഇന്ന പ്രോട്ടീൻസ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ ദിവസം ആഴ്ചയിലെങ്കിലും നിങ്ങൾ ഇത്രയും രീതിയിൽ ഇത്രയും അളവിൽ കഴിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അവർ കൊടുക്കും. അപ്പൊ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണ് ആ ഒരു രീതിയിൽ തയ്യാറാക്കുന്നത്. ദെൻ ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ കട്ടിയില്ലാത്ത തരത്തിലുള്ള, അതായത് ജ്യൂസ് പോലെയല്ല സൂപ്പ് പോലെയുള്ള ഭക്ഷണക്രമമായിരിക്കും. ജ്യൂസ് വാട്ടർ. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണക്രമമായിരിക്കും നമുക്ക് ഡയറ്റീഷ്യൻസ് നിർദ്ദേശിക്കുന്നത്. ആ രീതിയിൽ സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ, സോഫ്റ്റ് എന്ന് പറയുമ്പോൾ ജ്യൂസ് പോലെയാണെന്ന് ഉദ്ദേശിക്കാൻ പറ്റില്ല. നമ്മുടെ ബ്രെഡ്, ബണ്ണ് എന്നൊക്കെ പറയുമ്പോൾ സോഫ്റ്റ് ഫുഡുകളൊക്കെയാണുള്ളത്. അപ്പൊ അധികം കട്ടിയുള്ള ഫുഡുകളല്ല. ഇപ്പൊ ഹെവി വെയിറ്റ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വെയിറ്റ് ഒന്നും കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണക്രമമായിരിക്കും ഡയറ്റീഷ്യൻസ് നിർദ്ദേശിക്കുന്നത്. വീണ്ടും മെഡിസിനോടൊപ്പം തന്നെ ഇതും കൂടി കൈകാര്യം ചെയ്ത് പോകുമ്പോൾ അവരുടെ ആ വെയിറ്റില് എന്തെങ്കിലും കുറയുകയും അതിനനുസരിച്ചിട്ട് ഡിസീസസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഡയറ്റീഷ്യൻസ് നിർദ്ദേശിക്കുന്ന ഭക്ഷണക്രമത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള പേഷ്യൻസിനും ഇങ്ങനെ. ഓക്കെ, ഹൈ പ്രോട്ടീൻസ് ഉള്ള ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഉരുളക്കിഴങ്ങ് കുറച്ച് അങ്ങനത്തെ എന്തെങ്കിലും ഡോക്ടേഴ്സ് എന്തായാലും പ്രധാനമായിട്ടും നിർദ്ദേശിക്കും. എന്താണ് ഹൈ പ്രോട്ടീൻ ഉള്ളത്, മീറ്റിലുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളതിനനുസരിച്ചിട്ട് അവർ നിർദ്ദേശിക്കും. ചില പേഷ്യൻസിനെ നമുക്കറിയാം അവരുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ട് ഹൈ പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കൂടി അവരുടെ ഒപ്പം തന്നെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പറ്റിയെന്ന് വരുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് ലിക്വിഡ് ഡയറ്റ് ഒന്നുകൂടി പറയുന്നത് വെച്ചാൽ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ്, അതായത് ഇപ്പൊ വെള്ളം, ജ്യൂസ് അല്ലെങ്കിൽ സൂപ്പ്, ഇതൊക്കെ എന്താണ് അവർക്ക് ചിലപ്പോൾ അവരുടെ ഡയറ്റീഷ്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതായത് ഡയറ്റീഷ്യൻ മീൻസ് അല്ല, ഡൈജഷനുമായിട്ട് അവരുടെ ദഹനേന്ദ്രിയ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ഡിസീസ് ആണ് അവർ ഫേസ് ചെയ്യണമെങ്കിൽ അവർക്ക് ലിക്വിഡ് ആയിട്ടുള്ള അപ്പൊ അതുമായി ബന്ധപ്പെട്ട സൂപ്പോ ജ്യൂസോ അങ്ങനത്തെ കരിക്കിൻ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെയായിരിക്കും നിർദ്ദേശിക്കുന്നത്. പക്ഷെ അവരുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട്, അതായത് അസുഖം മാറുന്നവരേക്കും മെഡിസിനോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ എന്താ ചെറിയൊരു എക്സാമ്പിൾ ആണ് ഇതിൽ കാണിക്കുന്നത്. ഡോക്ടേഴ്സ് പേഷ്യൻസിന്റെ ഇതനുസരിച്ചിട്ട് ഉള്ള സേവനങ്ങൾ ഡയറ്റീഷ്യൻസ് ഇവർക്ക് ചാർട്ട് കൊടുക്കുന്ന അനുസരിച്ച് ഇന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കിയിട്ട് ഇവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യുന്നവർക്കെല്ലാം ഇതറിയാൻ പറ്റുമായിരിക്കും. ചില പേഷ്യൻസിന് അല്ലെ പാരന്റ്സിനൊക്കെ ആവുമ്പോൾ അവര് പ്രത്യേകം ഇങ്ങനെ നിർദ്ദേശിക്കും. അവർക്കൊന്നും ഒരുപാട് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാനും പറ്റില്ല. അന്ന് അവരുടെ ഊർജ്ജം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുകയും വേണം. അപ്പൊ അതിനനുസരിച്ചുള്ള മെഡിസിനോടൊപ്പം തന്നെ അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കും. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, കാലത്തിന് ഉപ്പിട്ട വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾ ഇങ്ങനെ തരം നാരങ്ങ വെള്ളം കൊടുക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കും. അപ്പൊ അവർക്ക് ഉപ്പിന്റെ അളവും ചെല്ലാൻ പറ്റുന്നതായിരിക്കും. ഒരുപക്ഷെ നാരങ്ങ വെള്ളത്തിലൂടെ അത് വൈറ്റമിൻ സി ഒക്കെ കിടന്ന് ചെല്ലാനായിട്ടുള്ള ഒരു ഇത് കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരു നിർദ്ദേശങ്ങൾ മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ലിക്വിഡ് ഡയറ്റ് എന്താണെന്നുള്ളത് ഒക്കെയാണോ? ഓക്കെ, ദെൻ എന്താണ് എന്തെങ്കിലും അപ്പൊ ഇത്തരത്തിലുള്ള ഡയറ്റീഷ്യൻസ് ആണ് ഡയറ്റ് സർവീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. ഇനി വീണ്ടും പറയുന്നത് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ആണ്. അതെന്താണ്? ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ദാറ്റ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. നമുക്കറിയാം
തരത്തിലുള്ള ഇതല്ലേ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും അല്ലെങ്കിൽ ഏതോ ഒരു വാർഡിലേക്കും ഒക്കെ കൊടുത്തേക്കുന്നത് ഏത് താഴെയായിരിക്കും മിക്കവാറും ഇത്തരത്തിലുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത്. അതാണ് പറയുന്നത് പ്രിഫറബിളി ലൊക്കേറ്റഡ് എവിടെയാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ്. The design and the physical facilities of the department have an importance on the standard of food service. അതില് പ്രധാനമായിട്ട് എന്താണ് ലേബർ കോസ്റ്റ് ആൻഡ് ദ മോറൽ ഓഫ് എംപ്ലോയീസ്. അതായത് അവിടെ ഉള്ള ജീവനക്കാരെല്ലാം എന്താണ് നല്ല ധാർമ്മിക കാഴ്ചപ്പാടുള്ളവരായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ കോസ്റ്റുകൾ അല്ലെ ഭയങ്കര കത്തി കൂടിയ ഭക്ഷണങ്ങളും കാന്റീൻ സർവീസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു മിനിമം സർവീസ് എന്നുള്ള രീതിയിലും കൂടി ഒരു സർവീസും കൂടിയുള്ള രീതിയിലായിരിക്കും അവിടെ അതിനെല്ലാം പേയ്മെന്റ് ഒക്കെ ഈടാക്കുന്നത്. ഒപ്പം തന്നെ എന്താണ് നല്ല ഫിസിക്കലി ഫെസിലിറ്റീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഫുഡ് സർവീസ്. എന്നുവെച്ചാൽ നല്ല രീതിയിലുള്ള ഭക്ഷണ സേവനമാണ് പ്രധാനമായിട്ടും അവരിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഡിസൈൻ ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഫുഡ് സർവീസ്, ലേബർ കോസ്റ്റ് ആൻഡ് മോറൽ ഓഫ് എംപ്ലോയീസ്. നല്ല രീതിയിലുള്ള പെരുമാറ്റത്തോട് കൂടിയ എംപ്ലോയീസിനെയും അതേമാതിരി തന്നെ മിനിമം കോസ്റ്റിലും നല്ല ഫുഡ്, നല്ല സ്റ്റാൻഡേർഡ് ഫുഡ് നൽകുന്ന തരത്തിലായിരിക്കും സർവീസ് കാഴ്ചവെക്കുന്നത്. ഇത്തരത്തിലുള്ള ഡയറ്ററി സർവീസ് എന്നുള്ള സർവീസ് കാഴ്ചവെക്കുന്നത്. ഇനി അവിടെയുള്ള സ്റ്റാഫിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ പറയുന്നത് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് അതിന്റെ മോസ്റ്റ് ടോപ്പിലുള്ള വ്യക്തി. അദ്ദേഹത്തിന്റെ കീഴില് ഇത്തരത്തിലുള്ള ഡയറ്ററി സർവീസിന്റെ എല്ലാ തരത്തിലുള്ള മേലാധികാരി എന്ന് പറയുന്നത് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്. ചീഫ് ഡയറ്റീഷ്യൻ ഉണ്ടാവും. ആ ഡയറ്റീഷ്യന്റെ കീഴിലായിരിക്കും എന്താ ഡയറ്റീഷ്യൻ എന്നുള്ള പൊസിഷനിലുള്ള പേഴ്സൺ ഉണ്ടായിരിക്കാം. സൂപ്പർവൈസർ ഉണ്ടാവും. നമുക്കറിയാം ഈ കാന്റീൻ സർവീസ് ഒക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വ്യക്തികൾക്കുള്ള സേവനങ്ങളാണ്. ശരിക്കും ഡയറ്ററി സർവീസിന്റെ ഒരു ഭാഗമാണ് ഇത് കാന്റീൻ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഭക്ഷണ കാര്യങ്ങളില് നമുക്ക് ഇങ്ങനെ സൂപ്പർവൈസറൊക്കെ ഓടി നടന്നുകൊണ്ട് ഇന്നിന്ന പേഴ്സൺസിന് ഇന്നിന്ന വാർഡിലേക്ക് ഇന്നിന്ന തരത്തിലുള്ള ഭക്ഷണം മാത്രമേ കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇന്നിന്ന ഇൻഡിവിജ്വൽസ് പേഴ്സൺസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പേഴ്സൺസിന്റെ ചാർട്ട് എടുത്തിട്ട് അവർക്ക് പറ്റിയ ഫുഡുകളൊക്കെയാണോ എന്നൊക്കെ വിലയിരുത്തുന്ന സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. പിന്നെ കുക്ക് അല്ലെ, എല്ലാം പാചകം ചെയ്യാനായിട്ട് ഒരു കുക്ക് മെയിൻ ആയിട്ട് അവിടെ ഉണ്ടാവും. അസിസ്റ്റന്റ് കുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആ പാചകക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു അസിസ്റ്റന്റ് കുക്ക് ഉണ്ടാവും. ബിയറേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ കൊടുക്കണം, ഫുഡ് ഡെലിവറി ചെയ്ത് കൊടുക്കണം അല്ലെ, മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കേണ്ട പേഴ്സൺസ് ആണ്. അതാണ് ബിയറേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ക്ലീനേഴ്സ്, അവിടെ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് പാക്ക് ചെയ്യുന്നതൊക്കെ അനുസരിച്ചിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ക്ലീനേഴ്സും അവിടെ ഉണ്ടാകും. അപ്പൊ ഏറ്റവും ടോപ്പില് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ കീഴില് ചീഫ് ഡയറ്റീഷ്യൻ ഉണ്ട്, ദെൻ ഡയറ്റീഷ്യൻ ഉണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, ദെൻ കുക്ക് ഉണ്ട്, അസിസ്റ്റന്റ് കുക്ക് ഉണ്ട്, ബിയറേഴ്സ് ഉണ്ട്, ക്ലീനേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി കൂടിയതാണ് നമ്മുടെ ഡയറ്ററി സർവീസിൽ ഉള്ള സ്റ്റാഫിങ്ങിന്റെ എന്ന് പറയുന്നത്. ഇത്രയും വരെ നിങ്ങളൊന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് എന്തായാലും മറ്റേ ക്ലാസ്സിലൊന്നും തീരില്ല. നമുക്ക് എന്താണ് റോൾ ഡയറ്റീഷ്യൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. 1-2 പേജ് കൂടെ ഉള്ളൂ. ഒരു ചെറിയ ചാപ്റ്റർ ആണ്. അതായത് ഡയറ്റീഷ്യൻ സർവീസ് എന്നുള്ള ഒരു ചാപ്റ്റർ നമുക്കറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും ഒന്ന് മനസ്സിലാക്കി വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നിങ്ങളെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ എടുത്ത ഇതുകള് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ എടുത്ത ഇതുകള് അല്ലെ PDF-കൾ നമുക്കറിയാം. കുറച്ച് ഫസ്റ്റ് ഇതിലാണെങ്കിലും മൊഡ്യൂളിലാണെങ്കിലും സെക്കൻഡ് മൊഡ്യൂളിലാണെങ്കിലും കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ നോക്കി വെക്കുക. ഞാൻ എന്തായാലും 1-2 ക്ലാസ്സും കൂടി കിട്ടുള്ളതായിരിക്കും. നമുക്കൊരു എക്സാം ഉണ്ടാവും എന്തായാലും. അപ്പൊ എന്താണ് എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ നമുക്കത് എന്തായാലും ഒന്ന് വായിച്ചിട്ടെങ്കിലും ഓരോ ചാപ്റ്റേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ പോകാൻ സമയം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ ഒന്ന് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് എടുത്ത് വയ്ക്കുക. എന്റെ ക്ലാസ് എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് എന്തായാലും നാളെ നമുക്ക് ഇനി തേഴ്സ്ഡേ ആയിരിക്കുമല്ലോ എന്റെ ക്ലാസ്. എനിക്ക് തോന്നുന്നു 1-2 എക്സാം മിക്കവാറും അടുത്ത് തന്നെ ഉണ്ടാവും. പോർഷൻസ് ഏതാണ്ട് കവർ ചെയ്യാറായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാം അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കാം. അതെ അതെ, മോഡൽ എക്സാം ആണ്. നിങ്ങൾക്ക് ഒന്ന് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണല്ലോ. അപ്പൊ അതിന് മുന്നേ എന്തെങ്കിലും നമുക്കൊന്ന് വെറുതെ ഒളിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് എനിക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നത്. 1-2 പേജേ ഉള്ളൂ. അതും അറിയാവുന്ന ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്തതാണ്. 2 പേജേ ഉള്ളൂ. അപ്പൊ നോക്കാം. അത് അടുത്ത ക്ലാസ്സും അതിന്റെ പിന്നത്തെ ക്ലാസ് ഒക്കെ ആവും. സ്പ്ലിറ്റ് ചെയ്തെടുത്താലും നമുക്ക് 2 ക്ലാസ്സും കൊണ്ടെങ്കിൽ കുറച്ച് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾ മറ്റേതൊക്കെ ഞാൻ എടുത്തു വെച്ചത് പഴയതൊക്കെ ഒന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ എനിക്ക് തോന്നുന്ന ഒരു 5 ലെസൺസ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രാവശ്യം ഒരു 4 ലെസൺ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അത്രയും ലെസൺസ് നിങ്ങളൊന്ന് എടുത്ത് വായിച്ചൊക്കെ നോക്കാം. അത്രയെങ്കിലും കുറേശ്ശെ കവർ ചെയ്ത് കിട്ടാൻ സാധിക്കും. ഇപ്പൊ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചാലോ? ഇതുവരെ ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത മോക്ക് ടെസ്റ്റിലൂടെ തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ റിവൈസ് ചെയ്ത് പോകുമ്പോ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നേന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നതാണ് എന്റെ ഒരു ശരി തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ചാപ്റ്റേഴ്സ് ഒന്ന് ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ, റിവൈസ് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ. അതെ അതെ, ഫസ്റ്റ് 2 മൊഡ്യൂളും കൂടിയാണ് ഒരു എക്സാം ആണ്. നിങ്ങൾക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും നേരത്തെ സാർ തന്നിട്ടുണ്ടോ? സാറിനോട് തന്നെ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എക്സാം എന്നൊക്കെ കാര്യങ്ങൾ. അതങ്ങനെ തന്നെയാണ് നടക്കുള്ളൂ. അപ്പൊ മിക്കവാറും ഇത് കഴിയുമ്പോൾ ഈ 2 മൊഡ്യൂൾസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ചാപ്റ്ററും കൂടിയാണ് പെൻഡിങ് വന്നേക്കുന്നത്. ആ ചാപ്റ്റർ എന്തായാലും ഈ ദിവസങ്ങളിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാം അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും അതെ അതെ, ഒരു ദിവസം മാത്രമേ ഉണ്ടാവൂ എക്സാം. 2 കൂടിയായിരിക്കും എക്സാം. എക്സാം ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല. പക്ഷെ അടുത്ത് തന്നെ ഉണ്ടാവും. എല്ലാവരും എടുത്ത് തീരുന്ന കാര്യങ്ങളായിരിക്കും എക്സാം ഉണ്ടാവും. അധികം ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ല. എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ തീരൂലേ. എനിക്ക് തോന്നുന്നു ലബോറട്ടറി മാത്രമേ. അതെ അതെ, ഫൈനൽ എക്സാം 4 മൊഡ്യൂളും ഒന്നിച്ചായിരിക്കും. കുറച്ച് ദിവസം 1-3 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ 2-3 ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്തായാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2-3 ദിവസം കൊണ്ട് എല്ലാം കൂടി വായിച്ചെത്താനായിട്ട്. കുറച്ച് ദിവസം ഉള്ളൂ അങ്ങനെ വായിച്ചെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്റെ ഞാൻ മിക്കവാറും അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് തീർത്തിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് നോക്കാം. അപ്പൊ ഇനിയും ഒരു ക്ലാസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് റിവൈസ് ചെയ്ത് പോയിട്ട് നോക്കാം എന്നുള്ള കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ നോക്കാം. നിങ്ങൾ അതൊക്കെ ഒന്ന് തപ്പി പിടിച്ചെടുത്ത് വായിച്ചൊക്കെ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ വരുമ്പോൾ
ജസ്റ്റ് പെട്ടെന്ന് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് ആണ്. അതിലെ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഉണ്ട്, ഡയറ്റ് കൗൺസിലിംഗ്. മാർക്ക് നിങ്ങൾ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനനുസരിച്ചിട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇൻഫോർമേഷൻസ് എല്ലാം സാറിനോട് ചോദിക്കുന്ന ആ സാർ എന്തായാലും സാറ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തെ നിർദ്ദേശം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് തന്നെയാ ഫോളോ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇതുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ സാറ് തന്ന നിർദ്ദേശത്തിനനുസരിച്ച് തന്നെയാണ് എക്സാം നടക്കുക. അതെങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം സാറ് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞ രീതിയിൽ തന്നെയായിരിക്കും എക്സാം കാര്യങ്ങളൊക്കെ നടക്കുക. ഞാനിപ്പോ പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ എന്റെ ഇതും കൂടെ ഉള്ളൂ, ഈ ചാപ്റ്ററിന്റെ ഇത്രയും കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളെടുത്ത ചാപ്റ്റേഴ്സ് ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാൻ പറ്റുമെങ്കിൽ റിവൈസ് ചെയ്യാം. അപ്പായിട്ടൊപ്പം നമുക്ക് ക്ലിയർ ചെയ്യാം. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാമെന്ന് നോക്കാം. കിട്ടണ അവേഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് എന്റെ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കൂടി കൊണ്ടുവരാം. അപ്പൊ തന്നെ നമുക്കിതില് പറയാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇംപേഷ്യന്റ് കാറ്ററിംഗ്, അതല്ല ഡയറ്റ് കൗൺസിലിംഗ്, കമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അപ്പൊ ഇതില് നമുക്കറിയാം നമ്മുടെ ഡയറ്ററി സർവീസിന്റെ ഓരോ ഭാഗങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് നമുക്കറിയാം പേഷ്യൻസിന്റെ അല്ലെ കിടത്തി ചികിത്സിക്കുന്നവർക്കുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണക്രമങ്ങള് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിലായിരിക്കും ആ പേഷ്യൻസിന് ഭക്ഷണങ്ങൾ എത്തിക്കേണ്ടത്. എന്നിട്ട് അവര് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി പരിശോധിച്ചിട്ട് വീണ്ടും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണോ വേണ്ടയോ എന്നൊക്കെ നിർദ്ദേശിച്ച് അവർ രോഗത്തിനെ കൺട്രോൾ ചെയ്തതിനു ശേഷമാണ് ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ ഡിസ്കസ് ചെയ്യുക. ദെൻ ഡയറ്റ് കൗൺസിലിംഗ് നമുക്കറിയാം. ഇതേമാതിരി തന്നെ ചില വ്യക്തികൾ അറിയാതെയാണെങ്കിലും ജന്മനാ തന്നെ ഒരുപാട് ചില ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ഒരു ശീലങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസീസസ് ആയിരിക്കും. അപ്പൊ അത് എന്താണ് പാടെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില വ്യക്തികൾക്ക് ഇപ്പൊ നമുക്കറിയാലോ ചിലപ്പോ എനിക്ക് പറഞ്ഞ അങ്ങനെ കട്ടൻ ചായ കുടിക്കണം എന്നൊക്കെ കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ടാവും. അത് പഴയ കാലങ്ങളിലെ ചിലപ്പോൾ ഇപ്പോഴും വലിയ പ്രശ്നം, ചിലവർക്ക് അതൊക്കെ കുഴപ്പമില്ലാത്തൊരു കാര്യങ്ങളുമായിരിക്കും. ചിലർക്ക് പക്ഷെ അത് ഉപേക്ഷിക്കേണ്ടതായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ കമേഴ്ഷ്യൽ കാറ്ററിംഗ് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട, അതായത് വാണിജ്യപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എന്ന് പറയുമ്പോ കുറച്ചും കൂടി എല്ലാ ഇതില് നോക്കുമ്പോഴും കാന്റീൻ സർവീസ് നോക്കുമ്പോൾ എന്താണ് ചിപ്സ് മാത്രമുള്ള ബന്ധം, ചിപ്സ് മാത്രം കഴിക്കുന്നുണ്ടാവും. ചിലര് ഫുഡ് മീൽസ് ആയിരിക്കും, ചിലര് എന്താണ് ജ്യൂസ് പോലെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട പോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ്. പിന്നെ അതില് നെക്സ്റ്റ് നമുക്കറിയാം എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അതായത് മറ്റൊരു റോൾ എന്ന് പറയുന്നത് ഡയറ്ററി സർവീസിന്റെ മറ്റൊരു റോൾ എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ കണ്ടുപിടുത്തങ്ങൾ അല്ലെ. ഇത് കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന ഇതില് ഇത്രയും കലോറി ഊർജ്ജമുണ്ട്, അതിന് ഇന്നതില് ഇത്ര വിറ്റാമിൻസ് ഉണ്ട് എന്നൊക്കെ നമ്മള് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനൊക്കെ നടത്തിയിട്ടാണ് കണ്ടെത്തുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റോളും എന്താണ് നമ്മുടെ ഇതിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കേണ്ട ഒരു ഭാഗമാണ്. എന്തായാലും ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Objectives first paragraph of okay. To provide nutritious, delicious,
and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all patients. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സർവീസ് ആണ് പ്രദാനം ചെയ്യുന്നത് അല്ലെ, പ്രധാനമായിട്ടൊരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് പ്രദാനം ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്നതിന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സേവനമാണ് നല്ല വൃത്തിയുള്ളതും അതേമാതിരി തന്നെ നല്ല രുചിയുള്ളതും നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നല്ല ഹൈ സ്റ്റാൻഡേർഡ് രീതിയിലാണ് അത് പ്രദാനം ചെയ്യുന്നത്. അത് ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഡയറ്ററി സർവീസ് ആ ഒരു വിങ് ആ ഒരു ഇത് തന്നെ അവിടെ സ്ഥാപിതമാക്കിയിരിക്കുന്നത്. അതായത് നല്ല ഭക്ഷണങ്ങൾ നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല എന്താ പറയുക നല്ല വൃത്തിയുള്ള അതോടൊപ്പം തന്നെ നല്ല പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയ രുചികരമായ ഭക്ഷണങ്ങൾ പ്രദാനം ചെയ്യുക എന്നുള്ള ഒരു മൈൻഡിൽ പ്രധാനമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഡയറ്ററി സർവീസ് എന്ന വിങ് ഉള്ളത്. ദെൻ എവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. ഇപ്പൊ നമുക്കറിയാം ഇന്ന രീതിയിൽ ഇപ്പൊ നമുക്കറിയാലോ ചില അവിടുത്തെ ഒരു വീക്കിലി ഒരു ഹോസ്പിറ്റലിലെ കാന്റീൻ സർവീസിന്റെ പ്രത്യേകതയൊക്കെ കാണും. അതായത് വീക്കിലി നമുക്കറിയാം പല മൺഡേ ഇന്ന ഫുഡുകളാണ് സർവീസ് ആണ് പ്രദാനം ചെയ്യുന്നെങ്കിൽ നെക്സ്റ്റ് ട്യൂസ്ഡേ ആണെങ്കിൽ അതിന്റെ ഭക്ഷണക്രമത്തിൽ ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവും. അതായത് നമുക്ക് ഉപയോഗിക്കുന്ന കറികളിൽ പ്രോട്ടീൻസിന്റെ ഇതനുസരിച്ച് വ്യത്യസ്ത തരും. എല്ലാം ഒരേ ദിവസവും എല്ലാ വീക്കിലി എല്ലാ ദിവസവും എന്താണ് ഒരേപോലത്തെ തന്നെ പാറ്റേൺ ആയിരിക്കും അവർ കൈകാര്യം ചെയ്യുക. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ചാർട്ടുകൾ അനുസരിച്ചിട്ടായിരിക്കും അവിടെ ചെയ്യുന്നത്. അതേമാതിരി തന്നെ നമുക്ക് ഈ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഡയറ്റീഷ്യന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് രോഗികൾക്ക് ഭക്ഷണം ഇന്ന സാധനങ്ങൾ ഇന്ന കാര്യങ്ങൾ കുറച്ചും കൂട്ടിയൊക്കെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കുന്നത് അനുസരിച്ചിട്ട് വിലയിരുത്താൻ സാധിക്കും. വാല്യുവേഷൻ എന്ന് പറയുന്നത് വിലയിരുത്തുക. അതിന്റെ ഡയറ്റ് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണക്രമത്തില് വിലയിരുത്താനായിട്ടും മുൻകൂട്ടി കാണാനായിട്ടും സാധിക്കും എന്നുള്ളത്. ഡയറ്ററി സർവീസ് എന്ന ഒരു വിങ് വരുമ്പോഴാണ് അങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ കാൽക്കുലേറ്റിംഗ് കലോറിക് നീഡ്സ് ആൻഡ് ന്യൂട്രീഷ്യൻസ് കെയർ പ്ലാൻ. ഇതിൽ വീണ്ടും പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ് കലോറിക് എത്രത്തോളം ഊർജ്ജമുള്ള സാധനങ്ങളാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻസ് എത്രത്തോളം പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് എന്നുള്ളത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. അതായത് പേഷ്യൻസിന് പേഴ്സണലി ന്യൂട്രീഷ്യൻസ് എത്രത്തോളം വേണമെന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഡോക്ടേഴ്സിന്റെ സജഷൻ അനുസരിച്ചിട്ട് ഡയറ്ററിക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഇന്ന കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്ന പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഇന്ന ന്യൂട്രിയൻസ് ആയിട്ടുള്ള പോഷക സമൃദ്ധമായ സാധനങ്ങൾ കൂട്ടി ഉൾപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ രോഗത്തിന് അത് ഉപകാരപ്രദമാകും എന്ന് പേഴ്സണലി കൈകാര്യം ചെയ്യാനായിട്ട് വ്യക്തിപരമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. Then outpatient and IP patient diet counseling. നേരത്തെ പറഞ്ഞു ഇപ്പൊ കിടത്തി ചികിത്സയ്ക്കുള്ള പേഷ്യൻസ് വ്യത്യസ്ത രോഗങ്ങളുള്ളവരാണ് നമ്മൾ കണ്ടായിരുന്നു. ചിലർക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടാവും, ചിലർക്ക് സോഫ്റ്റ് ഭക്ഷണങ്ങളായിരിക്കും കൊടുക്കേണ്ടത്, ചിലർക്ക് ഉപ്പ് കൂടുതലുള്ളതായിരിക്കും, ചിലപ്പോൾ ഉപ്പ് കുറവുള്ളതായിരിക്കും, ചിലർക്ക് പൊട്ടാസ്യം അതിപ്പോ ഇല്ലാതെ കൊടുക്കാത്തതും ഒക്കെ ഉണ്ട്. അതായത് ഓരോ എന്ത് വ്യക്തിക്ക് എന്താണോ ആവശ്യം, എന്തിന്റെയാണോ കുറവ് അത് ഉൾക്കൊള്ളുന്ന പ്രോട്ടീൻസോ ഇതുകളോ എന്താണോ ആ ഒരു ഘടകം അതിൽ ഉൾക്കൊള്ളുന്ന ഭക്ഷണം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇൻ പേഷ്യന്റ് ആണെങ്കിലും നിർദ്ദേശിക്കാനായിട്ട് കൗൺസിലിംഗ് ആണ്. അതായത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും കൃത്യമായിട്ട് ഇന്ന സാധനങ്ങൾ കഴിക്കാനൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടും ഈ ഡയറ്ററി സർവീസുകാരെ കൊണ്ട് സാധിക്കുമെന്നാണ്. ദെൻ ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്റിക്സ്. അതായത് അവർക്ക് ട്രെയിനിങ് കിട്ടാനായിട്ട് അല്ലെ, ട്രെയിനിങ് ഓരോ ഐറ്റംസ് നമുക്കറിയാം പഠിച്ച് അല്ലെ ഓരോന്നിനും കണ്ട് ട്രെയിൻ ചെയ്തിട്ടാണ് ഇവർ ഇതെല്ലാം നിർദ്ദേശിക്കുന്നത്. ഓരോ സാധനത്തോളം എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട്, എത്രത്തോളം ഊർജ്ജമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇന്നിന്റെ കണ്ടന്റ് ഉണ്ടെന്നുള്ളത് ട്രെയിനിങ് ഒക്കെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ടും ഇവർക്ക് സാധിക്കുമല്ലോ. ക്ലിയർ ആയോ എന്താണ് ആക്ടിവിറ്റീസ് ഉള്ളത്? നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.